ഡ്രൈവിംഗ് ലൈസൻസ് പുതിയ PVC സ്മാർട്ട് കാർഡിലേക്ക് മാറ്റാം. അതിന് 245 രൂപ ഓൺലൈനായി അടച്ച് എങ്ങനെയാണ് ലൈസൻസിന് അപേക്ഷിക്കേണ്ടതെന്നാണ് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. 7 തരത്തിലുള്ള സുരക്ഷാ ഫീച്ചറുകളാണ് പുതിയ സ്മാർട്ട് കാർഡ് ലൈസൻസിന് ഉള്ളത്. ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കുമ്പോൾ ഇനി പറയുന്ന ഡോക്യുമെൻറ്റുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. പഴയ ലൈസൻസിൻ്റെ ഇരുപുറവും കോപ്പി ചെയ്തെടുത്ത PDF ഓർ JPEG ഫോർമാറ്റിൽ ഉള്ള ഡോക്യുമെൻറ്റ്, കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചറിൻ്റെ ഫോട്ടോ. ആദ്യമായി ഗൂഗിൾ സെർച്ച് എഞ്ചിൻ ഓപ്പൺ ചെയ്ത് sarathi.parivahan.government.in എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്ന ഓപ്ഷനിൽ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളിടത്ത് കേരള സെലക്ട് ചെയ്യുക. ഇനി വരുന്ന പോപ്പപ്പ് വിൻഡോ ക്ലോസ് ചെയ്യുക. എന്നിട്ട് റീപ്ലേസ്മെൻറ്റ് DL എന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന വിൻഡോയിൽ നിങ്ങളുടെ പഴയ ലൈസൻസ് നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലൈസൻസ് നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് ആദ്യം RTO കോഡ്, ലൈസൻസ് കിട്ടിയ വർഷം, 0 ആഡ് ചെയ്ത് 7 ഡിജിറ്റ് നമ്പറും ടൈപ്പ് ചെയ്യുക. ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പഴയ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് തെളിഞ്ഞു വരുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ എന്നുള്ളിടത്ത് യെസ് കൊടുക്കുക. കാറ്റഗറി ജനറൽ തന്നെ ഓപ്ഷൻ കൊടുക്കുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് RTO ഓഫീസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇമെയിൽ ID ഓപ്ഷനിലാണ്, അത് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കുക. ഇനി നിങ്ങളുടെ അഡ്രസ്സ് കാണിക്കുന്നത് കറക്റ്റ് ആണെങ്കിൽ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി റീപ്ലേസ്മെൻറ്റ് DL എന്ന കോളം പിക്ക് ചെയ്ത് പ്രൊസീഡ് കൊടുക്കുക. അടുത്തതായി സെൽഫ് ഡിക്ലറേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടതുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് ഓരോന്നായി ശ്രദ്ധാപൂർവം വായിച്ച് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് ബട്ടൺ അമർത്തുക. ഇനി ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പ്രീവിയസ് പേജിലേക്ക് പോകുക. ഇനി കാണുന്ന ഓപ്ഷനും വായിച്ച് ക്ലിക്ക് ചെയ്ത് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു പോപ്പപ്പ് വിൻഡോ തെളിഞ്ഞു വരും. അത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. ഇനി നമുക്ക് ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇവിടെ ഡോക്യുമെൻ്റ് എന്നുള്ളിടത്തും പ്രൂഫ് എന്നുള്ളിടത്തും ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്ത് കൊടുത്ത് താഴെ ഡോക്യുമെൻ്റ് നമ്പർ എന്നുള്ളിടത്ത് ലൈസൻസ് നമ്പറും അതിനു താഴെ നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പറും കൊടുക്കുക. ഇനി നമുക്ക് പഴയ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായി ചൂസ് ഫയൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ലൈസൻസിൻ്റെ കോപ്പി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അപ്ലോഡ് ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഡോക്യുമെൻറ്റുകൾ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് ഫോട്ടോയും സിഗ്നേച്ചറും സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനി അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചറും കാണാവുന്നതാണ്. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്ത് സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുക. അടുത്തതായി ഫീ പേയ്മെൻറ്റ് ആണ്. 245 രൂപ ഓൺലൈനായി അടയ്ക്കേണ്ടതുണ്ട്. ബാങ്ക് സെലക്ട് ചെയ്ത് കേരള ന്യൂ ട്രഷറി പിക്ക് ചെയ്ത് കൊടുക്കുക. കൂടാതെ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്ത് പേ നൗ ക്ലിക്ക് ചെയ്യുക. എഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പിക്ക് ചെയ്ത് പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾക്ക് പല രീതിയിലുള്ള പേയ്മെൻറ്റ് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. നമ്മൾക്ക് ഗൂഗിൾ പേ വഴി എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായി പേയ്മെൻറ്റ് ഗേറ്റ്വേ 1 എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് പിക്ക് ചെയ്യുക. ഇവിടെ UPI പിക്ക് ചെയ്ത് കൊടുക്കുക. ഈ പേജിൽ നമുക്ക് ഗൂഗിൾ പേയുടെ UPI ID എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. UPI ID ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ ക്ലിക്ക് ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കുക. ഇപ്പോൾ
ഗൂഗിൾ പേയുടെ നോട്ടിഫിക്കേഷൻ തെളിഞ്ഞു വരുന്നതാണ്. ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കുക. റെസിപ്റ്റിന് വേണ്ടി ക്ലിക്ക് ഹിയർ ഫോർ പ്രിൻ്റ് റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക. കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റുകൾ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കൊടുത്ത അഡ്രസ്സിൽ രജിസ്റ്റേർഡായി പുതിയ സ്മാർട്ട് കാർഡ് ലൈസൻസ് ലഭിക്കുന്നതാണ്.